വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണത്തിന് സാഹചര്യം ഒരുക്കരുതെന്നും അബ്ദുസമദ് പൂക്കോട്ടൂര്. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്നാണ് അറിയാനാകുന്നത്. ഉപസമിതി സാഹചര്യം പഠിച്ച് വ്യക്തമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ സംസ്ഥാന നിലപാട് പ്രസിഡന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു ഉപസമിതിയുണ്ട്. ആ ഉപസമിതി എന്താണോ തീരുമാനിക്കുന്നത് അതിൻ്റെ തീരുമാനം പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് പറയുന്നത്. ഉപസമിതി അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണാധികാരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റിലാണ്, ഒരു രേഖയിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും നിയമസഭയിൽ ഇന്ന് പോലും വിശദീകരിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് ഒപ്പിട്ടവർക്ക് ഇതിൻ്റെ ബാധ്യതയുണ്ട്. ഇനി ഈ ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം, നയം എന്താണെന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം, ഈ സമിതിക്കും അതുപോലെ ഗവൺമെൻറ്റിനും ഒരു ബാധ്യതയുണ്ട്. കാവ്യവൽക്കരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പാടില്ല. ഉദാഹരണമായി ഗാന്ധിജിക്ക് പകരം ഗോഡ്സയെ ഉയർത്തിക്കാട്ടുന്ന സമീപനം, അതുപോലെ തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം, സൗഹാർദ്ദത്തിൻ്റെ ചരിത്രങ്ങൾ ഇതൊക്കെ എടുത്തു നീക്കി വരുന്ന തലമുറയിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള മതേതരത്വ വിരുദ്ധ കാഴ്ചപ്പാട് വളർത്തുന്ന തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതി വന്നാൽ അത് സ്വാഭാവികമായും സൗഹൃദത്തിനെതിരായിരിക്കും, അത് യാഥാർത്ഥ്യങ്ങൾക്കെതിരായിരിക്കും. അതുകൊണ്ട് തന്നെ അതില്ലാത്തൊരവസ്ഥ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ ഉപസമിതി ഗൗരവപൂർവ്വം പരിഗണിക്കണമെന്നാണ് നമുക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ളത്.